الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയരായ അതിഥികളെ, സഹോദര സഹോദരിമാരെ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകം ഹിന്ദുത്വ വംശീയതക്കെതിരെ സംഘടിപ്പിച്ചിട്ടുള്ള ബഹുജന റാലിയും സഹോദര്യ സമ്മേളനവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വ ഫാഷിസം അതിൻ്റെ ഹിംസാത്മകമായ രൂപത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്ത് നിയമങ്ങളിലൂടെ, വിദ്യാഭ്യാസ ചരിത്ര ഇടപെടലുകളിലൂടെ, NRCCA പോലെയുള്ള നിയമ നിർമ്മാണങ്ങളിലൂടെ, UCC അടിച്ചേൽപ്പിക്കുന്നതിലൂടെ, പള്ളികളുടെ മേലുള്ള അവകാശവാദങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി ഉന്നയിക്കുന്നതിലൂടെയെല്ലാം ഹിന്ദുത്വ വംശീയത ഈ രാജ്യത്ത് അതിൻ്റെ ഏറ്റവും ഹിംസാത്മകമായ രൂപം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അതിനെതിരെ വളരെ ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ ഐക്യനിരകളും ഉയർന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദുത്വ വംശീയതക്കെതിരെ 10,000 അണിനിരക്കുന്ന ബഹുജന റാലിയും സഹോദര്യ സമ്മേളനവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ റാലിയിൽ ഇനിയും അതിൻ്റെ പിന്നിലെ ഭാഗം നമ്മൾ റാലി തുടങ്ങിയിടത്ത് തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ആളുകൾ ഈ നഗരിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും ശക്തമായൊരു പ്രമേയമാണ് ജമാഅത്തെ ഇസ്ലാമി ഈ സഹോദര്യ സമ്മേളനത്തിലൂടെ ഉയർത്തുന്നത്. ഈ സമ്മേളനത്തിലേക്ക് നമുക്ക് ഏറ്റവും അനുയോജ്യരായ അതിഥികളെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും തളം കെട്ടി നിൽക്കുന്ന മൗനത്തെ ഭേദിക്കാനുള്ള ഏറ്റവും സർഗാത്മകമായ ശ്രമമാണ് ഈ സമ്മേളനത്തിലൂടെ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ സഹോദര്യ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ഗ്യാൻവാപ്പി ഇമാമും ഖത്തീബുമായ അബ്ദുൽ ബാത്തിൻ നൊമാനി സാഹിബാണ്. ഈ സമ്മേളനം ഉയർത്തുന്ന പ്രമേയത്തോട്, ഈ സമ്മേളനം ആവശ്യപ്പെടുന്ന, അതുപോലെ ഈ സമ്മേളനം ഈ രാജ്യത്തോടും ഈ രാജ്യത്തെ ഭരണകൂടത്തോടും ഈ രാജ്യത്തെ സംവിധാനങ്ങളോടും ആവശ്യപ്പെടുന്ന പ്രമേയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്യാൻവാപ്പി മസ്ജിദിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാൻവാപ്പി അതിന്റെ ഇമാമും ഖത്തീബും ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായി ലഭിച്ചത് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. हमारे अजीम शान कॉन्फ्रेंस में मेहमान खुसूसी मुफ्ती अब्दुल बातिन नौमानी साहिब है. वो ज्ञानवापी मस्जिद का इमाम व खतीब और अंजुमन इंतजामिया मस्जिद कमेटी का जनरल सेक्रेटरी भी है. इसका अलावा वो बनारस का मुफ्ती भी है. मैं बड़ी मसरत के साथ मौलाना मुफ्ती अब्दुल बातिन नौमानी साहिब को इस तारीखी कॉन्फ्रेंस में इस्तकबाल देता हूँ. അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ അധ്യക്ഷൻ അമരക്കാരൻ സയ്യിദ് സാദുല്ലാ ഹുസൈനി സാഹിബാണ്. I heartily welcome to respected Amir Jamaat Islami Hind Sayyid Saadullah Hussaini to the fraternal conference. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകം ജനറൽ സെക്രട്ടറി TK ഫാറൂഖ് സാഹിബാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ സഹോദര്യ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ P. മുജീബ് റഹ്മാൻ സാഹിബാണ്.
അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ സാഹോദര്യ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സാഹോദര്യ പ്രഭാഷണങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് നിർവഹിക്കുന്നത് ജമിയത്തുൽ ഉലമ ഹിന്ദ് കേരള ജനറൽ സെക്രട്ടറി VH അലിയാർ കാസിമി സാഹിബ് അവറുകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും സാഹോദര്യ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുൻ എഡിറ്റർ ടെലഗ്രാഫ് R രാജഗോപാൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സാഹോദര്യ പ്രഭാഷണം നിർവഹിക്കുന്നു. അദ്ദേഹത്തെയും ആദരപൂർവ്വം സാഹോദര്യ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ സാഹിത്യകാരൻ, ഇത്തരം വേദികളിൽ മർദ്ദിത ന്യൂനപക്ഷങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സാഹിത്യകാരൻ P. സുരേന്ദ്രൻ, അദ്ദേഹവും ഈ സാഹോദര്യ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ സാഹോദര്യ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പത്രപ്രവർത്തകനായ NP ചെക്കുട്ടി, അദ്ദേഹവും ഈ വേദിയിലേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തെയും ഈ സാഹോദര്യ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സാഹോദര്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മറ്റ് അതിഥികൾ പേഴ്സണൽ ലോ ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പർ ഹാഫിസ് അബ്ദുൽ ഷക്കൂർ കാസിമി അവർകളാണ്. അദ്ദേഹവും ഈ വേദിയിലേക്ക് ഉടനെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെയും ഈ സാഹോദര്യ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സാഹോദര്യ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ചിന്തകനും എഴുത്തുകാരനുമായ KK ബാബുരാജ്, മറുവാക്ക് എഡിറ്റർ അംബിക, അതുപോലെ പത്രപ്രവർത്തകൻ ബാബുരാജ് ഭഗവതി, അതുപോലെ PTP സാജിദ തുടങ്ങിയ എല്ലാവരെയും ഈ സാഹോദര്യ സമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ സമാപന പ്രഭാഷണം നിർവഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ VT അബ്ദുള്ള കോയ തങ്ങൾ അവറുകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സാഹോദര്യ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സാഹോദര്യ സമ്മേളനത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളോടും ഭരണകൂടത്തോടും അതുപോലെ സംസ്ഥാന സർക്കാരിനോടുമെല്ലാം നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നത് T. മുഹമ്മദ് വേളം, ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി, അസിസ്റ്റന്റ് അമീർ MK മുഹമ്മദ് അലി സാഹിബ് തുടങ്ങിയവരാണ്. അവർ രണ്ടുപേരെയും ഈ സാഹോദര്യ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സഹോദര്യ സമ്മേളനത്തിൽ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുന്ന അമീർ ജമാഅത്തിന്റെ പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അബ്ദുൽ ഹക്കീം നദ്വി സാഹിബാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ സഹോദര്യ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുഫ്തി അബ്ദുൽ ബാത്തിൻ റഹ്മാനി സാഹിബിന്റെ പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, പരിഭാഷ ചെയ്യുന്നത് സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് CT സുഹൈബ് അവറുകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ സാഹോദര്യ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ ധാരാളം ആളുകൾ, കേരളത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിലെ നേതാക്കന്മാർ, പോഷക സംഘടനകളുടെ നേതാക്കന്മാർ, SIO-ന്റെ പ്രസിഡന്റ് സയ്യിദ്, അതുപോലെ തന്നെ GIO പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമന്ന സുൽത്താന, ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾ, അതുപോലെ പോഷക വിഭാഗങ്ങളായ സോളിഡാരിറ്റിയുടെയും SIO-വിന്റെയും GIO-വിന്റെയും സംസ്ഥാന ഭാരവാഹികൾ, ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര പ്രതിനിധി സഭാ അംഗങ്ങൾ, അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികൾ, ധാരാളം ആളുകൾ ഈ വേദിയിലിരിക്കുന്നുണ്ട്. സർവോപരി ഈ മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ബീച്ചിന്റെ പരിസരത്ത് സംഘടിപ്പിച്ച ഈ സാഹോദര്യ സമ്മേളനത്തിലേക്ക് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇതിന്റെ അറിയിപ്പും ക്ഷണവും സ്വീകരിച്ച് തടിച്ചുകൂടിയ ഈ സദസ്സിലെ സഹോദര സഹോദരിമാർക്കും ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.